ഭൂമികയിൽ ഈ ദേറായുടെ അതോടൊപ്പം ഈ ദേശത്തെ തൻ്റെ വിശുദ്ധി കൊണ്ട് പരിമളം പരത്തി ഓരോ ദിവസവും അനേകർക്ക് അനുഗ്രഹങ്ങളെ ദൈവസന്നിധിയിൽ നിന്ന് പകർന്നു കൊടുക്കുന്ന പുണ്യപിതാവായ പാമ്പാടി തിരുമേനിയുടെ അല്ലെങ്കിൽ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് തിരുമനസിലെ പുണ്യകബറിടം ഇവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് നമ്മെ ഓരോരുത്തരെയും ഇവിടേക്ക് ആകർഷിക്കുന്ന ഒരു വലിയ വസ്തുതയാണ്. ആ പിതാവിൻ്റെ മധ്യസ്ഥയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷമുള്ള ദിവസങ്ങളാണല്ലോ. പോസ്റ്റ് റിസറക്ഷൻ പീരീഡ് എന്ന് പറയുന്ന ഉത്ഥാന അനന്തര ദിനങ്ങൾ എന്ന് ഈ ദിവസങ്ങളെ നമ്മൾ വിളിക്കാറുണ്ട്. കർത്താവ് കുരിശിൽ മരിക്കുകയും കബറടക്കപ്പെടുകയും പുനരുത്ഥാനം ചെയ്യുകയും ചെയ്തതിന് ശേഷം തൻ്റെ ശിഷ്യന്മാരെ പല ആവർത്തി വീണ്ടും വീണ്ടും താൻ പ്രത്യക്ഷപ്പെട്ട് അവരെ കാണിച്ചു കൊടുക്കുകയും അവരെ ധൈര്യപ്പെടുത്തുകയും ഓരോ സമയത്തും അവർക്ക് കൊടുക്കുന്ന സന്ദേശം സമാധാനം എന്ന സന്ദേശം കൊടുക്കുകയും ചെയ്തത് നാം തിരുവചനത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു ആകത്തുക എന്ന് പറയാൻ സാധിക്കും നിങ്ങൾക്ക് സമാധാനം. കർത്താവ് നമ്മളോട് എല്ലാവരോടും പറയുന്ന ഒന്നാണ്, നിങ്ങൾക്ക് സമാധാനം. സമാധാനം സ്വീകരിപ്പാൻ തക്കവണ്ണം നാം ഒരുങ്ങേണ്ടതാണ്. കർത്താവ് കൽപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ആർക്കെങ്കിലും സമാധാനം ആശംസിച്ചാൽ അവിടെ ഒരു സമാധാന പുത്രനുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവർക്ക് ലഭിക്കും, അല്ലെങ്കിൽ ആ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരുമെന്ന്. അപ്പോൾ സമാധാനം സ്വീകരിക്കാൻ കൂടി നാം തയ്യാറാവണം. അതിനുവേണ്ടി ഒരുക്കപ്പെട്ട ഒരു ഹൃദയം നമുക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് പല ആവർത്തി തൻ്റെ ശിഷ്യന്മാരെ കണ്ടുമുട്ടുന്നുണ്ട്. കടൽക്കരയിൽ വെച്ചും മാളികമുറിയിൽ വെച്ചും ഒക്കെ കർത്താവിൻ്റെ ശിഷ്യന്മാരെ കാണുകയും അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുകയും സുവിശേഷത്തിൻ്റെ മർമ്മങ്ങളെ അവരെ അറിയിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെയൊക്കെയും നിഴലിച്ചു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം സമാധാനം എന്നുള്ളതാണ്. ആ ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നതായിട്ടുള്ള ഒരു വലിയ ഒരു പ്രേരണ നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. തൻ്റെ ശിഷ്യ സമൂഹത്തിൻ്റെ മുൻപിൽ എഴുന്നള്ളി വരുന്ന കർത്താവ് നമ്മുടെയും മധ്യത്തിൽ ഈ ആരാധനയിൽ നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ആ പരമമായ സത്യം നാം വിശ്വസിക്കുകയും അതിനനുസരണമായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ വിശുദ്ധ ഏവങ്കലിയോൻ ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 4 വേഴ്സസ് 31-38. ഈ ഭാഗത്ത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം വളരെ പ്രസിദ്ധമായൊരു അധ്യായമാണ്. അത് ആ അധ്യായം മുഴുവൻ തന്നെ കർത്താവ് ഒരു ശമര്യ സ്ത്രീയുമായിട്ട് സംസാരിക്കുന്ന സംഭാഷണത്തെയാണ് കാണിക്കുന്നത്. ആ സ്ത്രീയുമായിട്ട് വളരെ ഗഹനമായ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ, ആരാധനയെക്കുറിച്ച് ഒക്കെയും കർത്താവ് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്ന ഒരവസരത്തെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അവസരത്തിൽ ശിഷ്യന്മാർ കർത്താവിനെ വിട്ട് നഗരത്തിൽ പോയി ഭക്ഷണവുമായിട്ട് വരികയാണ്. വന്നിട്ട് ശിഷ്യന്മാർ കർത്താവിനോട് പറയുന്നു, ഗുരു ഭക്ഷിച്ചാലും. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഭക്ഷണം എനിക്ക് ഭക്ഷിപ്പാനുണ്ട് എന്ന്. അപ്പോൾ ശിഷ്യന്മാർ വിചാരിച്ചു അവന് ഭക്ഷിപ്പാൻ ആരെങ്കിലും ഭക്ഷണം കൊണ്ടുവന്നതായിരിക്കും എന്ന്. എന്നാൽ കർത്താവ് അവരോട് വ്യക്തമായിട്ട് പറയുകയാണ്, എൻ്റെ ആഹാരം എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുകയും അവൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്യുന്നതാകുന്നു. കർത്താവ് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെയേറെ ഗൗരവമുള്ളതാണ്. കർത്താവ് പറയുകയാണ്, എൻ്റെ ആഹാരം എന്ന് പറയുന്നത് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നതാണ്, അവനെ പ്രസാദിപ്പിക്കുന്നതാണ് എൻ്റെ ആഹാരം. അപ്പോൾ വലിയ ഒരു സത്യം കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. നമ്മൾ പലപ്പോഴും നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി നമ്മുടെ ജീവിതം മുഴുവൻ ചിലവഴിക്കുകയും നമ്മുടെ ആരോഗ്യം മുഴുവൻ നഷ്ടപ്പെടുത്തുകയും
നമ്മുടെ ധനം മുഴുവനും വ്യയം ചെയ്യുകയും ചെയ്യുമ്പോൾ കർത്താവ് ഓർപ്പിക്കുകയാണ്, അതൊന്നുമല്ല ശരിയായ ആഹാരം. എന്താണ് ശരിയായ ആഹാരം? ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നറിഞ്ഞ് അത് പ്രവർത്തിക്കുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്നതാണ് ശരിയായ ആഹാരം. എന്തിനുള്ള ആഹാരമാണ്? നമ്മുടെ ആത്മീകമായ ജീവിതത്തിന് ആവശ്യമായ ആഹാരമാണ്. നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കുവാനായിട്ട്, ലൗകികമായി നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കാൻ നമുക്ക് ആഹാരം ആവശ്യമാണ്. അത് നമ്മൾ നിർബന്ധമായും നമ്മൾ ഭക്ഷിച്ചിരിക്കണം, സംശയമൊന്നുമില്ല. പക്ഷേ കർത്താവ് പറയുന്നു, ഈ ആത്മാവിൻ്റെ ആഹാരം എന്ന് പറയുന്നത്, സ്പിരിച്വൽ ഫുഡ് എന്ന് പറയുന്നത്, അത് കർത്താവ് നമുക്ക് കാണിച്ചു തരികയാണ്. പിതാവിൻ്റെ ഇഷ്ടം അറിഞ്ഞ് അത് പ്രവർത്തിക്കുന്നതാണ് ആഹാരം എന്ന് കർത്താവ് ഓർപ്പിക്കുകയാണ്. അതിനുശേഷം കർത്താവ് വീണ്ടും പറയുകയാണ്, 4 മാസങ്ങൾക്ക് ശേഷം കൊയ്ത്തുകാലമാകുമെന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ കണ്ണുയർത്തി പണ്ടേ തന്നെ വിളഞ്ഞ് കൊയ്ത്തിനടുത്തിരിക്കുന്ന വയലുകളെ ഇതാ കാണുവീനെന്ന് നിങ്ങളോട് പറയുന്നു. കർത്താവ് പറയുകയാണ്, കൊയ്ത്തിന് സമയമായിരിക്കുന്നു. വയലുകൾ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായി കിടക്കുന്നതിനെക്കുറിച്ച് കർത്താവ് പറയുകയാണ്. കൊയ്യുന്നവൻ പ്രതിഫലം പ്രാപിക്കുന്നു, നിത്യജീവങ്കിലേക്ക് ഫലങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുന്നു. വിതയ്ക്കുന്നതൊരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ് കർത്താവ് ഓർപ്പിക്കുന്നത്. വയൽ വിളഞ്ഞ് കൊയ്ത്തിന് ഭാഗമായി കിടക്കുന്നു. അതെന്തിനെക്കുറിച്ചാണ് എന്ന് ചോദിച്ചാൽ തിരുസഭയെക്കുറിച്ചാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ചുള്ള പല വ്യാഖ്യാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അവസാനമായിട്ട് കർത്താവ് പറയുകയാണ്, വിതയ്ക്കുന്നതൊരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ. ഈ വിതയും കൊയ്ത്തും തമ്മിൽ നമ്മൾ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, കൊയ്ത്ത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. വിളഞ്ഞു നിൽക്കുന്ന വയലിലേക്ക് കൊയ്ത്തരിവാളുമായിട്ട് ചെന്നാൽ പെട്ടെന്ന് കൊയ്തെടുക്കാം, ധാന്യമണികൾ ശേഖരിക്കുവാനായിട്ട് സാധിക്കും. അതിന് വളരെയേറെ മൂല്യമുള്ളതാണ്. എന്നാൽ വിതയ്ക്കുക എന്ന് പറയുന്നത് വളരെയേറെ അധ്വാനം അതിൻ്റെ പുറകിലുണ്ട്. വയൽ നന്നായിട്ട് ഒരുക്കണം. ആ വയലിൽ വിത്താകട്ടെ അല്ലെങ്കിൽ ഞാറാകട്ടെ നടുന്നത് മറ്റൊരു പ്രക്രിയയാണ്. അതിന് വളം ചെയ്യുന്നത് മറ്റൊരു പ്രക്രിയയാണ്. അതിനെ പരിപാലിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും അത് വിളഞ്ഞു വരുവാനും വളർന്നു വരുവാനും അതിനെ കളയും അല്ലെങ്കിൽ മറ്റു കീടങ്ങളും കൂടാതെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു അധ്വാനത്തിൻ്റെ അനുഭവമാണ്. എന്നാൽ കൊയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. കർത്താവ് പറയുകയാണ്, കൊയ്ത്തിന് പാകമായിരിക്കുന്നു, നിങ്ങൾ കൊയ്യുവാൻ തയ്യാറാണോ എന്നുള്ളൊരു ചോദ്യം കർത്താവ് നമ്മൾ ചോദിക്കുകയാണ്. എന്താണ്? മറ്റുള്ളവരുടെ അധ്വാനം കൊയ്തെടുക്കുന്ന ഒരു ജോലി നമ്മളെ ദൈവം തമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ, ഒരു കാലത്ത് ഈ സ്ഥലമെന്ന് പറയുന്നത് ഒരുപക്ഷെ മനുഷ്യർക്ക് കയറുവാനോ അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കുവാനോ കഴിയുന്ന ഒരു സ്ഥലമായിരുന്നില്ല. ഇതിൻ്റെ പിറകിലുള്ള അധ്വാനം എന്ന് പറയുന്നത് വളരെ വലിയ അധ്വാനമാണ്. പരിശുദ്ധനായ പാമ്പാടി തിരുമേനി ഇവിടെ വന്ന് തപസ്സിരുന്ന് ഈ ദേശത്തെ വിശുദ്ധി കൊണ്ട് നിറച്ച് ഇതിന് പരിസരത്തുള്ള ആളുകളെയൊക്കെയും വിശുദ്ധിയിൽ വളർത്തിയെടുത്ത് ഒരു ഭൂമിക തയ്യാറാക്കി നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മളതിൻ്റെ ഫലം കൊയ്യുന്നവരാണ്. ഇതുപോലെ നമ്മൾ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും എല്ലാ അനുഭവങ്ങളിലും ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കൊയ്യുന്നവരാണ്. അല്പം പോലും വിതയ്ക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. സുവിശേഷത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സുവിശേഷം വിതയ്ക്കുവാനായിട്ട് കൂടി ആളുകൾ ഉണ്ടാവണം. ആ വിതച്ചത് കൊയ്യുന്നവരായിട്ട് മാത്രം നമ്മളായിത്തീരുകയാണ് ഇന്ന് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, പലപ്പോഴും നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്, നമ്മൾ ഈ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിച്ച് പുഷ്ടി പ്രാപിച്ച് അതിൻ്റെ പലപ്പോഴും നിഗളിച്ച് അഹങ്കരിച്ച് ദൈവത്തെ പോലും മറന്നല്ലെങ്കിൽ സുവിശേഷത്തെ മറന്നൊക്കെയും പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ധാരാളം ഇന്ന് ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ അധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ ഈ വിളവിൻ്റെ പുറകിലുള്ള അധ്വാനം എന്താണെന്ന് നാം തിരിച്ചറിയുവാൻ തക്കവണ്ണം തയ്യാറാകണം. ആ വിളവിന് പിന്നിലുള്ള വലിയ അധ്വാനം, ആ അധ്വാനത്തെക്കുറിച്ച് ഓർക്കുകയും ആ അധ്വാനത്തിന് വേണ്ടി അല്ലെങ്കിൽ അധ്വാനിച്ചവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കണം. ഒരു സഭയെന്ന് പറയുമ്പോൾ സഭയുടെ നമ്മുടെ ഇന്നത്തെ സഭയുടെ ഇന്നത്തെ നിലയിലുള്ള ആ ചിട്ടവട്ടങ്ങളൊക്കെയും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് വെറുതെ ഉണ്ടായ ഒന്നല്ല. ആ സഭയെ വളർത്തിയെടുത്ത അനേകം പിതാക്കന്മാരുണ്ട്. കണ്ണുനീരോടെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ത്യാഗപൂർണമായ ജീവിതം നയിച്ച് ഈ സഭയെ പടുത്തുയർത്തിയ പിതാക്കന്മാരെ വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് കൊയ്യുന്നവരായിട്ട് നമ്മൾ തീരുമ്പോൾ
വിതച്ചവരെക്കുറിച്ചും അധ്വാനിച്ചവരെക്കുറിച്ചും നാം ഓർക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഈ സമയത്ത് വളരെ സ്നേഹപുരസ്സരം ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ കർത്താവ് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ കൊയ്യാനെങ്കിലും തയ്യാറാവണം. വിതയ്ക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ കൊയ്യുവാനെങ്കിലും തയ്യാറാകുന്ന ഒരു പറ്റം ആളുകൾ സമൂഹത്തിൽ, സഭയിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. വിളവുകൾ കൊയ്യുക, നന്മകൾ കൊയ്യുക. നന്മകൾ കൊയ്യുകയും കൂട്ടിവയ്ക്കുകയും മാത്രമല്ല, നന്മകൾ വിതരണം ചെയ്യുന്നവരായും തീരുവാൻ കൊണ്ട് നമുക്ക് സാധിക്കണം. ഈ ദേറായുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. അനേകം ആളുകൾക്ക് നന്മകളും അനുഗ്രഹങ്ങളും ഇവിടെ നിന്ന് ഒഴുകി ഇറങ്ങുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പിന്നിൽ അധ്വാനിച്ച കരങ്ങൾ, വളരെ ശക്തമായ കരങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. പ്രിയപ്പെട്ട യോഹന്നാൻ റമ്പാച്ചനെയൊക്കെ നമുക്കറിയാം. അങ്ങനെ അനേകരുടെ അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട്. ആ അധ്വാനം നമ്മൾ കൊയ്യുമ്പോൾ ആ അധ്വാനിച്ചവരെക്കുറിച്ച് മറന്നു പോകരുത് എന്ന് ഓർപ്പിക്കുകയാണ്. അവസാനമായിട്ട് കർത്താവ് പറയുകയാണ്, മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിൽ നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. നാം ആ അധ്വാന ഫലത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. അതിൻ്റെ ആ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ആ അനുഭവിക്കുമ്പോൾ നന്ദിയുള്ളവരായും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുമായി തീരുവാൻ, വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം വിനയമുള്ളവരായി നന്മ നിറഞ്ഞ ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വളരെയേറെ ഈ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. ദൈവത്തോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയത്ത് എൻ്റെ ഹൃദയത്തിലുണ്ട്. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് ഈ ദേവാലയത്തിൽ ആരാധന, വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ തക്കവണ്ണം എന്നെ അനുവദിച്ച ഈ ദേറായുടെ മാനേജർ അച്ഛനോടും ഇവിടെ കൂടുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.